ഹലോ വെൽക്കം ബാക്ക് ടു SM സൊല്യൂഷൻസ്. നമ്മുടെ +1 കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് വരാനിരിക്കുന്ന 3 കോഡ് വിഷയങ്ങളുടെ പരീക്ഷ വളരെ ടഫ് ആകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ +2കാരുടെ എക്സാം നോക്കുകയാണെങ്കിൽ ഒരു A+ ലെവൽ ചോദ്യങ്ങൾ വളരെ കൂടുന്നൊരു സാഹചര്യമാണ് പ്രവണതകൾ കണ്ടുവരുന്നുണ്ട്. സോ നമ്മുടെ +1ഉം അതുപോലെ ആകാൻ സാധ്യതയുണ്ട്. അതിൽ കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് പ്രത്യേകിച്ചും ടഫ് ആകും. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഈ പരീക്ഷകൾക്കിടയിൽ കിട്ടുന്ന സമയം നിർബന്ധമായും ഉപയോഗപ്രദമാക്കണം. അല്ലാത്ത പക്ഷം പരീക്ഷാ ഹാളിൽ മേപ്പെട്ട് നോക്കി നിൽക്കേണ്ടി വരും. സത്യം. നമുക്ക് കെമിസ്ട്രി എക്സാമിന് ഇനി 4 ദിവസം ബാക്കിയുണ്ട്. ആ 4 ദിവസം കൃത്യമായി പഠിച്ചാൽ കെമിസ്ട്രി എക്സാം ഓക്കെയാണ്. കെമിസ്ട്രി എക്സാം നമ്മളെ സംബന്ധിച്ച് ഈ 4 ദിവസം ഉപയോഗപ്രദമാക്കുന്നവർക്ക് ഒരു കുഴപ്പവുമില്ല. അതുപോലെ ഫിസിക്സ് നമുക്ക് ഇന്നലെ മിനിഞ്ഞാന്ന് SM സൊല്യൂഷൻസ് ചാനലിൽ വന്ന് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്കും ഫിസിക്സ് ഒരു കുഴപ്പവുമില്ല. അല്ലെങ്കിൽ പഠിക്കാത്തവരാണെങ്കിലും SM സൊല്യൂഷൻസിൽ വരാതെ സ്വയം ഇരുന്ന് പഠിക്കുന്നവരാണെങ്കിലും അവർക്കും ഒരു കുഴപ്പമില്ല. കാരണം 2 ദിവസം നമ്മൾ ഫിസിക്സ് അടിപൊളിയായി പഠിച്ചു എന്ന് അവർക്ക് വിശ്വാസമുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഫിസിക്സിന് ഒരു ദിവസം നമുക്ക് സമയമുണ്ട്. ആ സമയം നമുക്ക് എക്സാമിന് മുന്നേ ഒരു പൊടി തട്ടലായിട്ട് ഉപയോഗിക്കാം. അടുത്തത് മാത്സ് പരീക്ഷയാണ്. മാത്സ് പരീക്ഷയും ഏകദേശം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യാനും 2-3 ദിവസം ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ മാത്സ് പരീക്ഷയുടെ മുന്നേ 2 ദിവസമുണ്ട്. ആ 2 ദിവസം അതിനായി ഉപയോഗിക്കാം. അങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ 3 വിഷയങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പണി പാളാതെ എക്സാം എഴുതാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ എക്സാമാണ്, നിങ്ങളുടെ ഭാവിയാണ്. ഓക്കെ.